അപ്പോൾ എപ്പോഴാണ് ഈ ധ്യാന ശ്ലോകം വന്നിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ ഒരു ഉദ്ദേശം? അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധ്യാന ശ്ലോകം ചൊല്ലുന്നത്? പൊതുവെ ആചാര്യന്മാർ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഭഗവത്ഗീത നോക്കിയാൽ അതിലൊരു ധ്യാന ശ്ലോകമുണ്ട്, ഓ ഭർത്തായ പ്രതിബോധിത എന്നുള്ളത്. നമ്മൾ ലളിതാ സഹസ്രനാമം എടുത്തു നോക്കിയാൽ അതിൽ ഒരു ധ്യാന ശ്ലോകമുണ്ട്. വിഷ്ണു സഹസ്രനാമം എടുത്തു നോക്കിയാൽ ഉണ്ട്. അതുപോലെ തന്നെ ആദിത്യ ഹൃദയ മന്ത്രം എടുത്തു നോക്കിയാൽ അതിലും കാണും. എന്നാൽ ഇതൊക്കെ ശരിക്ക് അത് ഉപദേശിച്ചു കൊടുത്ത സമയത്തുള്ളതാണോ ഈ ധ്യാന ശ്ലോകം നോക്കിയാൽ? ആദിത്യ ഹൃദയ മന്ത്രം അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്ര സ്വാമിക്ക് യുദ്ധഭൂമിയിൽ വെച്ച് പറഞ്ഞു കൊടുത്തതാണ്. ആ സമയത്ത് ഈ ധ്യാന ശ്ലോകം ഇല്ല. ഭഗവത്ഗീതയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തതാണ്. ആ സമയത്ത് നമുക്ക് ഈ ധ്യാന ശ്ലോകം കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ എപ്പോഴാണ് ഈ ധ്യാന ശ്ലോകം വന്നിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ ഒരു ഉദ്ദേശം? ആരാണ് ധ്യാന ശ്ലോകം എഴുതി ചേർത്തത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എന്തിനാണ് ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലുകയെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ രാവിലെ എന്തൊക്കെ ജോലികൾ കഴിഞ്ഞിട്ടാണ്, തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക അല്ലേ. ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ കാലമായതുകൊണ്ട് എൻ്റെ സഹോദരൻ, ഭാര്യ അവരൊക്കെ വന്നിട്ടുണ്ട്. ഇളയ മോളുണ്ട്. രാവിലത്തെ നല്ലതുപോലെ തിരക്കുകൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് പട്ടാമ്പിയിലാണ് രാത്രി 7:30 പ്രഭാഷണം. അപ്പോൾ അവരെ വിളിക്കണം, അവരുടെ ലൊക്കേഷൻ മാപ്പ് ചോദിക്കണം. അവിടെ നിന്ന് എൻ്റെ മോള് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രി 1 മണി വരെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. വരുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്ന് ഇതെല്ലാം വിളിച്ചും കാര്യങ്ങൾ, പല ഫോൺ വരും, ഓഫീസ് കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ. ഭൗതികമായിട്ടുള്ള ഇടപെടലുകൾ നമുക്കില്ലാതെ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നിരുന്നാലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവത് കഥകൾ പറയുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് എന്തു വേണം? ആദ്യം എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് ഏകാഗ്രപ്പെടണം അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ മനസ്സിനെ ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും അടർത്തി മാറ്റി ഭഗവാങ്കലേക്ക് കൊണ്ടെത്തിക്കുന്നതിനായിട്ടാണ് ഈ ധ്യാന ശ്ലോകം നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത ചൊല്ലുമ്പോഴോ അതിൽ ഭഗവത്ഗീതയെ നമ്മൾ സ്തുതിക്കുന്നുണ്ട് അല്ലേ. അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെയും അർജുനെ എല്ലാം നമ്മൾ സ്മരിക്കുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയാണ്. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മളത് സ്തുതിക്കും. അപ്പൊ വിഷ്ണു സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകം ആരെ പറ്റിയായിരിക്കും? വിഷ്ണു ഭഗവാനെ പറ്റിയായിരിക്കും. എല്ലാവർക്കും ചിലർക്കൊരു സംശയം വരും, വിഷ്ണു സഹസ്രനാമം എങ്ങനെയാ തുടങ്ങുക? ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം. ഇത് ഗണപതിയെ പറ്റിയാണോ വിഷ്ണു ഭഗവാനെ പറ്റിയാണോ എന്ന് സംശയം വരും. ഇത് രണ്ടിടത്തും ഉപയോഗിക്കാൻ സാധിക്കും, രണ്ടും ശരിയാണ്. അതുകൊണ്ട് നമ്മൾ ആരും തർക്കിക്കാനോ അടിയുണ്ടാക്കാനോ പോകണ്ട. പക്ഷെ നമ്മൾ ചൊല്ലാൻ പോകുന്ന എന്താണ്? വിഷ്ണു സഹസ്രനാമാണ്. അതിൻ്റെ ധ്യാന ശ്ലോകം അപ്പം ആരെ പറ്റിയായിരിക്കും? വിഷ്ണു ഭഗവാനെ പറ്റിയായിരിക്കണം. ഇനി ഗണപതി ഭഗവാനെ സ്തുതിച്ചോട്ടെ, കാരണം വിഷ്ണു സഹസ്രനാമത്തിൽ വീണ്ടും ധ്യാനം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസൈകതൈ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തൈ സ്ഫടികമണിനി പേർ മൗക്തികർ മണ്ഡിതാംഗ അല്ലേ. ശുഭ്ര ഇങ്ങനെ ധ്യാന ശ്ലോകം പോകുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് വിരോധമൊന്നുമില്ല. ഇതുപോലെ ലളിതാ സഹസ്രനാമം എടുത്തു നോക്കിയാൽ ഭഗവത്ഗീതയിൽ മധുസൂദന സരസ്വതി സ്വാമികളാണ് ഈ ധ്യാന ശ്ലോകം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്കറിയില്ല. പക്ഷെ വളരെ വലിയൊരു മഹാത്മാവാണ് മധുസൂദന സരസ്വതി സ്വാമികൾ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സ് ആദ്യം ആരിലേക്ക് വരണം? വിഷ്ണു ഭഗവാനിലേക്ക് വരണം. ഇനി സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്ക് ഓരോ നാമത്തിന്റെ അർത്ഥം ആലോചിച്ച് ചൊല്ലാൻ സമയം കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിഷ്ടമുള്ള വിഷ്ണു ഭഗവാന്റെ ഒരു രൂപം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ മിക്കവാറും ഒന്നുകിൽ കേശാദിപാത വർണ്ണനയോ അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലുള്ള ആയുധങ്ങളെയൊക്കെ വർണ്ണിച്ചിട്ട് ഏത് ദേവനെ പറ്റിയാണോ നമ്മൾ സ്തുതിക്കാൻ പോകുന്നത് ആ ദേവന്റെ ഒരു വർണ്ണന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രീരുദ്രം എടുത്താൽ അതിൻ്റെ ആദ്യ പ്രാർത്ഥന എങ്ങനെയാ?
ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപവശ്രമസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത്. ഇത് കേൾക്കുമ്പോൾ ആരെ പറ്റിയാന്ന് തോന്നും, എല്ലാം ഗണ 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 വരും. പക്ഷെ ഇത് ആരുടെയാ? ശ്രീരുദ്രാണ് അല്ലെ. ഓം ഗണാനാം ത്വാ. ശരിക്കും പറഞ്ഞാൽ ശ്രീരുദ്ര ആയതുകൊണ്ട് ഗണങ്ങളുടെ എല്ലാം പതിയായിട്ടുള്ള ഗണപതിക്ക് ആ സ്ഥാനം കൊടുത്ത ആരാണ്? മഹാദേവനാണ് അല്ലെ. അവിടെ മഹാദേവനെയാണ് സ്തുതിക്കുന്നത്. പക്ഷെ ചില ആളുകൾ പറയാറുണ്ട് ഗണപതി ഭഗവാനെ പറ്റിയാണെന്ന്. ഒരു വിരോധവും ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് ഏത് കാര്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നുള്ളത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധ്യാന ശ്ലോകത്തിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ ഞാനിവിടെ ചൊല്ലിയ ധ്യാന ശ്ലോകം എന്താണ്? ആദ്യത്തെ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ഗുരുപരമ്പര സ്തോത്രമാണ്. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ആദ്യ ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തി സദാശിവ സമാരംഭം അവിടെ തുടങ്ങി മധ്യത്തില് പിന്നെ ധാരാളം ഗുരുക്കന്മാരുണ്ട് അല്ലെ. നമ്മൾ മറ്റൊരു ഗുരുപരമ്പരാ സ്തോത്രവും ചൊല്ലും. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച. നാരായണം മഹാവിഷ്ണുവില് തുടങ്ങി, പിന്നെ ആ നാഭിയില് ബ്രഹ്മാവ് വന്നു. അതാണ് പത്മഭുവം ച വസ് അല്ലെ. നാരായണം പത്മഭുവം നാരായണം പത്മഭുവം ച മറന്നു, ഇപ്പൊ ചൊല്ലിയതായിരുന്നു. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച. അപ്പൊ മക്കളാണ് അവിടെ, എല്ലാം മക്കൾക്കാണ്. ശക്തി തത്പുത്ര പരാശരം ച വ്യാസം ശുകം. അവിടെ എത്തുമ്പോ എന്തായി? ശുഖബ്രഹ്മം പൊതുവെ വിവാഹിതനല്ല എന്നാണ് പറയുക. പിന്നെ ഗുരു ശിഷ്യ പരമ്പരയാണ്. അപ്പൊ അതുപോലെ തന്നെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യത്തില് ശങ്കരാചാര്യ വരുന്നു. പിന്നെയോ അവിടെ കൊണ്ട് ഗുരുപരമ്പര തീരുവോ? അസ്മദാചാര്യ പര്യന്തം, എന്റെയും ഗുരു. ഇനി അത് കഴിഞ്ഞ് നിന്നോ? ഗുരുപരമ്പരയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഞാനിവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്യുമ്പോൾ ഞാൻ ആരെ സ്മരിക്കേണ്ടത്? ഗുരുപരമ്പരയാണ്. കാരണം ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന അറിവല്ലോ ആണോ? ഒരിക്കലുമല്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഗുരുപരമ്പര തന്ന അറിവിനെ, തത്വമേ പൂച്ച എന്ന് പറയുന്നത്, നമുക്ക് അറിവ് കയ്യിലുണ്ടെങ്കിൽ പകർന്നു കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് ആചാര്യന്മാര് പറയും. അപ്പൊ ജ്ഞാനദാനം വളരെ നല്ലതായതുകൊണ്ട് നമ്മുടെ അറിവുകൾ നമ്മൾ അടുത്ത ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ അറിവുകളെല്ലാം തന്ന ഗുരുപരമ്പരയെ സ്മരിച്ചു. രണ്ടാമതായിട്ട് ഞാൻ ചൊല്ലിയത് ഒരു ശ്രീകൃഷ്ണ സ്തുതിയാണ്. അതെനിക്ക് ഭാഗവതം ഉപദേശിച്ചു തന്നപ്പോൾ എനിക്ക് ഉപദേശിച്ചു തന്ന മന്ത്രമാണ്. നമ്മളുടെ പഴയ ഓറവങ്കര തിരുമേനി, അതായത് നടുവിൽമഠ അച്യുത ഭാരതി സ്വാമികളാണ് ഭാഗവതം ഉപദേശിച്ചു തന്നത്. അപ്പൊ ഉപദേശിച്ചു തരുമ്പോൾ നമുക്ക് ഇന്ന മന്ത്രം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഭാഗവതത്തിലെ മന്ത്രം വേണമെന്നില്ല. എന്റെ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തപ്പോൾ തമദ്ഭുതം ബാലകം അംബുജേക്ഷണം, നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ അവതാര ശ്ലോകമാണ് ഉപദേശമന്ത്രമായിട്ട് കൊടുത്തത്. ഇത് തോടകാചാര്യ, അദ്ദേഹം തോടകാചാര്യ പരമ്പരയല്ലേ, തോടകാചാര്യ പരമ്പരയുടെ ഒരു സ്തുതിയാണ്, ശ്രീകൃഷ്ണ സ്തുതിയാണ്. അപ്പൊ അതാണ് ഉപദേശിച്ചു തന്നത്. ഉപദേശിച്ചു തന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏത് വേദിയിൽ പോകുമ്പോഴും ഇത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചൊല്ലിയതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാന ശ്ലോകം ചൊല്ലുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ അത്രയും ശ്രദ്ധ മതിയോ എനിക്ക്? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് പലതും ചിന്തിക്കാം അല്ലെ. അയ്യോ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ, മൊബൈലിൽ മോളെങ്ങാനും വിളിച്ചിട്ടുണ്ടോ, ഇതിനിടയ്ക്ക് ശ്രദ്ധകളൊക്കെ ഇടയ്ക്ക് പോകാം. എനിക്ക് അത്രയും പോകാൻ പറ്റുമോ? എനിക്ക് നിർത്താതെ ആ ചിന്തകൾ, എൻ്റെ ബ്രെയിൻ ഇങ്ങനെ സ്പീഡ് ബോട്ട് പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. ആ മോട്ടോർ പോലെ വർക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഉള്ളിലെ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലുക. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വരെ പലരും നമ്മളെ കളിയാക്കാറുണ്ട്, മറ്റു മതസ്ഥര് നമ്മളെ കളിയാക്കാറുണ്ട്. അല്ലേലും എന്തിനാണ് നിങ്ങളുടെ ഈ ദൈവത്തിനൊക്കെ എന്താ മനുഷ്യന്റെ ശരീരം, ആനയുടെ തല അല്ലെ. അപ്പൊ ഉടനെ നമ്മൾ പറയും, ചേട്ടൻ പറയുന്നത് ശരിയാ, ചേട്ടന്റെ കൂടെ പോന്നേക്കാം അല്ലെ. ഞാൻ പൊതുവെ ഈ മതം മാറ്റുന്നവരെ ഒരിക്കലും കുറ്റം പറയാറില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ നിന്നു കൊടുത്തിട്ടല്ലേ മതം മാറാക്ക. അതിന് കാരണം എന്താ? നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്. അതൊരു ദൗർബല്യമാണ്. ഏത് തരത്തിലുള്ള ദൗർബല്യം ഉണ്ടോ മുതലെടുക്കാൻ ആള് കാണും, ശരിയല്ലേ. അതിങ്ങനെ അറിവ് തന്നെ ആകണമെന്നില്ല.
അത് പലതരത്തിലുള്ള അറിവാകാം. കുറെ കാലം മുമ്പുള്ളവർക്കറിയാം നമ്മുടെ കേരളത്തിലെ ആട്, മാഞ്ചിയം, തേക്ക്, എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. സൂത്രത്തിൽ കാശുണ്ടാക്കാന്ന് വിവരം വന്നാൽ അപ്പം നമ്മൾ ചാടി വീഴും. ഇതെന്തുകൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. ഏത് ദൗർബല്യമുണ്ടോ മുതലെടുക്കാൻ ആള് കാണും. അപ്പൊ അറിവില്ലായ്മ, നമുക്ക് നമ്മളുടെ ഭഗവാനെ പറ്റി അറിയില്ലെങ്കിൽ മുതലെടുക്കാൻ ആളുണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞു സത്സംഗം ഇത് 2ാമത്തെ തവണയാണ് സംഘടിപ്പിക്കുന്നത് എന്ന്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇനി ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തുന്നതുകൊണ്ടല്ല, ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ക്ഷേത്ര സങ്കല്പത്തിനെ പറ്റി പറയുന്നുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ക്ഷേത്ര പൂജകളെ പറ്റിയും സങ്കല്പത്തിനെ പറ്റിയും വിഗ്രഹത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രഭാഷണങ്ങളാണ് എന്നാണ്. അതാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തത്. ഞാനിവിടെ വന്ന് പ്രഭാഷണം പറയുന്നത് കൊണ്ടല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അറിവ് കൊണ്ട് പ്രബുദ്ധരാകുക. ഭാരതം അറിവിന് പേര് കേട്ടതായിരുന്നു. ഭാരതം എന്ന പേര് ഭാരതത്തിന് വരാൻ കാരണം തന്നെ ഒരു കാരണം ഭാരതി എന്നതിൽ നിന്നാണ്. ഭാരതി എന്നാൽ സരസ്വതി. അറിവിന്റെ കേന്ദ്രമായിരുന്നു ഭാരതം. മറ്റു രാജ്യങ്ങളിലുള്ളവർ പോലും അറിവിനായിട്ട് അവരുടെ സംസ്കാരം മനസ്സിലാക്കാൻ ഭാരതത്തിലേക്ക് വന്നിരുന്നു. അതുപോലും അറിവുള്ളവര് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതം എന്നും അറിവിന്, ബുദ്ധിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ബുദ്ധിക്കാണോ ഹൃദയത്തിനാണോ മനസ്സിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്റെ ഭഗവാനെ ചഞ്ചലം ഹി മനഃകൃഷ്ണ. ഭഗവാൻ പറയുന്നുണ്ട്, ബുദ്ധിം തു സാരഥിം വിധി, അല്ലെങ്കിൽ അഭ്യാസേനത്ത് കൗന്ദേയ. എന്റെ ഭഗവാനെ എന്തോ ഒരു ചഞ്ചലാണ് മനസ്സ്. അപ്പൊ പറഞ്ഞു, അഭ്യാസം കൊണ്ട്, ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ടേ മനസ്സിനെ പിടിച്ചെടുക്കാൻ പറ്റൂ. മനസ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, കുതിരകളെ അഴിച്ചിട്ട് വിട്ട കുതിരകളെ പോലെ. ആ കടിഞ്ഞാണ് വെച്ച് നമ്മൾ കൃത്യമായിട്ട് കുതിരയെ നിയന്ത്രിക്കണം, അല്ലേ? സാരഥി അവിടെ ഉണ്ടായിരിക്കണം. ബുദ്ധിം തു സാരഥിം വിത്തി. മനസ്സിന്റെ പുറകെയല്ല പോകേണ്ടത്, ബുദ്ധിയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. മനുഷ്യന്റെ ബുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? മൃഗങ്ങളെ നോക്കിയാൽ നമുക്കറിയാം, മിക്കവാറും എല്ലാം ഭൂമിക്ക് എല്ലാം ഹൊറിസോണ്ടൽ ആയിട്ടാണ് നടക്കുക. നിവർന്നു നിന്നാലും കുറച്ചു നേരെ പറ്റൂ. നട്ടെല്ല് നിവർന്നു നിന്ന് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മൃഗങ്ങളുടെ നോക്കിയാൽ എല്ലാ അവയവത്തിനും ഭൂമിയിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തുല്യമാണ്, കാരണം ഹൊറിസോണ്ടൽ അല്ലേ. നേരെ മറിച്ച് മനുഷ്യന്റെയോ ശിരസിലേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കുറവുള്ളത്, അല്ലേ? ബാക്കി ഈ ഓർഡർ അനുസരിച്ച് പ്രാധാന്യവും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിരസിന്, ബുദ്ധിക്ക് വേണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ടേ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കാവൂ. ഒരാളെ സുഹൃത്തായിട്ട് കണ്ടുപിടിക്കണം, ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം, ഇയാളെ സ്നേഹിക്കാൻ കൊള്ളാവുന്നയാളാണോ, നല്ല ഹൃദയമുണ്ടോ, സ്വഭാവം നല്ലതാണോ, സംസ്കാരം ഉണ്ടോ. അതിനുശേഷം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അല്ലാതെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ, വികാരത്തിന്റെ പുറത്ത് സ്നേഹിക്കുന്നതിന്റെ അബദ്ധമൊക്കെ നമ്മൾ കാണാറില്ലേ? അതും കഴിഞ്ഞിട്ട് താഴെയാണ് വയറ്. അപ്പൊ എന്താണ്? അതിനും പ്രാധാന്യം കുറവേ കൊടുക്കാവുള്ളൂ. അതിനും താഴെയാണ് പ്രത്യുൽപാദന അവയവം. അപ്പം ആചാര്യന്മാര് പറയുന്നു ഈ ഓർഡറിൽ വേണം പ്രാധാന്യം കൊടുക്കാൻ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഒരു മനുഷ്യൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ബുദ്ധിക്കാണ്. അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ബുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുന്ന ആളിനെയാണ്. ബുദ്ധി പ്രദാനം ചെയ്യുന്ന ആളാരാ? വളരെ വലിയ ബുദ്ധിയുള്ള ആളല്ലേ, അല്ലേ? ആനയുടെ ശിരസ് എന്തിനെയാ സൂചിപ്പിക്കുക? ആനയുടെ ശിരസ്, ശരീരത്തിന്റെ വളരെ വലിയൊരു ഭാഗം ശിരസ്സാണ്, അല്ലേ? ആനയുടെ ബുദ്ധിശക്തി കേട്ടിട്ടുണ്ട്, ഓർമ്മശക്തിയൊക്കെ വളരെ പ്രശസ്തമാണ്, അല്ലേ? പിന്നെ ഈ ഗണപതി ഭഗവാന്റെ ഭാര്യമാരാരൊക്കെയാ? ബുദ്ധിയും സിദ്ധിയും, അല്ലേ? ഇപ്പൊ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ആ വളരെ വലിയ ശിരസ് സൂചിപ്പിക്കുന്നത് വലിയ ബുദ്ധിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആ വിഗ്രഹത്തിന് മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്? വളരെ വലിയ ശിരസ് കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കണം? ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ഇതുപോലെ ആയി തീരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ബുദ്ധിക്ക് പ്രാധാന്യമുള്ള ആളെ മുന്നിൽ വിട്ടാലുള്ള പ്രയോജനം എന്താണ്? ഇപ്പൊ ഇവിടെ നമ്മൾ ഏത് കാര്യത്തിനും ഗണപതി ഭഗവാനെ ആദ്യം സ്തുതിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു കുറ്റിക്കാട്ടിലേക്ക്, വള്ളിപ്പടർപ്പ് എല്ലാം ആയിട്ട് കിടക്കുകയാണ്, അങ്ങോട്ടേക്ക് ആദ്യം നമുക്ക് കയറി ചെല്ലാൻ നല്ല ബുദ്ധിമുട്ടാണ്.
അപ്പൊ നമ്മൾ അവിടെ മുന്നിൽ ഒരു ആനയെ വിടുകയാണെന്ന് വിചാരിക്കുക. പുറകെ നമ്മൾ പോയാലോ? കാര്യം എളുപ്പമായില്ലേ? എല്ലാം വെട്ടിത്തെളിച്ചങ്ങ് പൊയ്ക്കോളൂ. പിന്നെയോ ആ പാദത്തിനെ പിന്തുടർന്നാൽ മാത്രം മതി. അതുകൊണ്ടാണ് ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഉദ്ദേശം നല്ല അറിവുള്ള ബുദ്ധിയുള്ളവരെ പിന്തുടരുക എന്നുള്ളതാണ്. ഇത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ? വളരെ അറിവുള്ള യദ്യദാചരതി ശ്രേഷ്ഠ അല്ലെ? ആചാര്യന്മാരെ എന്താചരിച്ചു കാണിച്ചു തരുന്നോ അതിനെയാണ് നമ്മൾ പിന്തുടരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബുദ്ധിയുള്ളവരെ, ശരിയായിട്ടുള്ള അറിവുള്ളവരെ പിന്തുടരണം. അവര് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗണപതി ഭഗവാനെ കുറിച്ച് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നല്ല സദ്ബുദ്ധി ഉണ്ടാകണേ എന്നാണ്. ആ സദ്ബുദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അറിവുണ്ടാക്കാനുള്ള പരിശ്രമം ചെയ്യണം അല്ലെ? എങ്ങനെയൊക്കെ അറിവുണ്ടാക്കാം? 2-3 തരത്തിൽ അറിവുണ്ടാക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന്, നമുക്ക് സ്വയം ചിന്തിച്ച് പഠിച്ചെടുത്ത് നമുക്ക് അറിവുണ്ടാക്കാം അല്ലെ? ഏത് കാര്യത്തിനെ പറ്റി നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ച അതിനെ പറ്റിയുള്ള അറിവുകൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും. നാളെ രാവിലെ 1 ലക്ഷം രൂപ വേണം പെട്ടെന്ന്. ഇത് അറിഞ്ഞ ഉടനെ എല്ലാവരോടും പോയി ചോദിക്കുകയാണോ ചെയ്യുക? 1 ലക്ഷം രൂപ എങ്ങനെ കിട്ടുന്നു? നമ്മളൊന്ന് അടങ്ങിയിരുന്ന് ആലോചിക്കും അല്ലേ? 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കും. അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരു 2-3 ഐഡിയ ഒക്കെ വരും. നമ്മൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കും. ഈ 2-3 ഐഡിയ എവിടുന്ന് കിട്ടി? നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ചു. ആരെങ്കിലും പറഞ്ഞു തന്നാണോ? അല്ല, നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടു വന്നു. എല്ലാ അറിവുകളും നമ്മളുടെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മളിവിടെ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. ആചാര്യന്മാർ എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യത്തെ പറ്റി ചിന്തിച്ചു. അത്ര വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അവര് ചെയ്തതിന് തപസ് എന്ന് പറഞ്ഞു. ഐസക് ന്യൂട്ടനോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇത്ര മാത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തിയതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെല്ലാം എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടു വന്നു. അപ്പൊ നിരന്തരമായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ അറിവുകൾ ഉണ്ടാക്കാം. പക്ഷെ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം മിണ്ടാതിരിക്കണം അല്ലേ? മൗനമായിട്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയും, അതുകൊണ്ടാണ് സ്ത്രീകളിൽ ശാസ്ത്രജ്ഞങ്ങൾ കുറവ്. കാരണം എവിടെയാ മിണ്ടായിരിക്കുക? സമയം ഭർത്താവിന്റെ പുറകെ ഓടണം, പിള്ളേരുടെ പുറകെ ഓടണം അല്ലെ, അച്ഛനും അമ്മമാരുടെ പുറകെ ഓടണം. കാരണം അടങ്ങിയിരിക്കാൻ സമയമില്ല. നമ്മളുടെ ഒരു ജീവിത ശൈലി അങ്ങനെയാ. നമ്മൾ ബുദ്ധിയുള്ളവരെ ബുദ്ധികൾ എന്നൊക്കെ പറയും, ബുദ്ധിജീവികൾ എന്നൊക്കെ അല്ലേ? നമ്മൾ പറയും വലിയ സോഡാക്കുപ്പി ഗ്ലാസ് എടുത്ത് അവരൊന്നും മിണ്ടില്ല. എന്തുകൊണ്ടാണ്? അവര് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ചില അമ്മമാര് പേരൻസ് വന്ന് പറയും, മോൻ എന്ത് ചെയ്താ മിണ്ടുന്നില്ല, വളരെ ഇൻട്രോവേർട്ടാണ്, സംസാരിക്കില്ല എന്നൊക്കെ. ചിലപ്പോൾ അവൻ കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും, നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും, പടം വരയ്ക്കാൻ തോന്നുന്നുണ്ടായിരിക്കും, അവൻ മേഘത്തിന്റെ കൂട്ടുകെട്ടുകൾ നോക്കുന്നതായിരിക്കും. അപ്പൊ മിണ്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു പോരായ്മയൊന്നും അല്ല. അവൻ കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആചാര്യന്മാര് പറയുന്നു, അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് പ്രഭാഷണങ്ങളാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ അതിന് കഴിവുള്ളവരില്ലെങ്കിൽ എത്ര ദൂരദേശത്തു നിന്ന് പോലും ആളുകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ സംസ്കാരത്തെ പറ്റി അറിവില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ അവർ പല വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രഭാഷണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞങ്ങൾ വല്ലോ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയോ വല്ലോ ആണോ? ഒന്നുമല്ല. ഇതെന്റെ പ്രാരബ്ധം ഭഗവത് കഥകൾ പറയുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ പ്രാരബ്ധം ഇത് കേൾക്കുക എന്നുള്ളത്. പക്ഷെ കേട്ട എല്ലാവരിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ ഒരു കടയിൽ പഴം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി മേടിക്കുന്നുണ്ടോ? അല്ലെ? അത് മേടിക്കാൻ ആശ തോന്നണം, പൈസ വേണം, എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നവരെ പഴം മേടിക്കും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാരബ്ധം പക്വമാകുമ്പോഴേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവിടെ എനിക്ക് വലിയ റോളൊന്നുമില്ല. ഞാൻ നിങ്ങളെ ആരെയും മാറ്റാനോ ഉപദേശിക്കാനോ അല്ല. എന്റെ പ്രാരബ്ധം കൊണ്ട് ഞാൻ ഭഗവത് കഥകൾ പറയുന്നു, നിങ്ങളുടെ പ്രാരബ്ധം കൊണ്ട് നിങ്ങളിത് കേൾക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ വളരെയധികം അത്യാവശ്യമാണ്.